ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. മസാല ദോശ. അതിനായിട്ട് ഞാനിതവിടെ മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പറ്റില്ലേ? ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നമ്മളിന്ന് പുഴുങ്ങിയെടുത്തു കേട്ടോ. ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ അതിൻ്റെ പരിപ്പിൻ്റെ മുകളിൽ വേറൊരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് പ്രഷർ പാനിലാണ്. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തു. അതിന് ശേഷം സവാള അരിഞ്ഞു, പച്ചമുളകും ഒരു കഷ്ണം ക്യാരറ്റും ഇട്ടു. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ട് വാടി അങ്ങ് വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇടുക. ഇത് തൊലി നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ, അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടെങ്കിലും ഒന്ന് ഇങ്ങനെ പതുക്കൊന്ന് തവിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് അങ്ങനെ ഒന്ന് കാണിച്ചിട്ട് അതിങ്ങനെ ഇതാക്കി രണ്ടും കൂടി ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതേപോലെ വരും കേട്ടോ. നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതാ അപ്പോൾ ഇങ്ങനെ മാവ് ഇങ്ങനെ പരത്തി തട്ടി. അപ്പോൾ നമ്മളിതിലിങ്ങനെ പരത്തി കഴിഞ്ഞു കേട്ടോ. പരത്തിക്കഴിഞ്ഞ് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു. നന്നായി ഒന്ന് റോസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളിതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അത് മടക്കാം. തവിയെടുക്കാൻ പോയതാ കേട്ടോ. അതാ നമുക്കിതാ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. മസാല ദോശ റെഡിയായി. നമുക്ക് അടുത്തത് പരത്താം. അപ്പോൾ ഇതാ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചമ്മന്തിയാണ്, ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തി കൂട്ടി മസാല അങ്ങെടുത്ത് ഞാൻ ഹോട്ടലിൽ പോയാൽ എപ്പോഴും കഴിക്കുന്ന സംഭവമാണിത്. ഇതാ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ബീട്രൂട്ട് ഇട്ടാൽ ഇന്ത്യൻ കോഫി ഹൗസിലായി. ക്യാരറ്റും ഇടാം, നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. ചമ്മന്തി കൂട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.